ഹലോ എവ്രി വൺ, ഞാൻ ഡോക്ടർ എലിസബത്ത് കെ ഇ, പ്രൊഫസർ ഓഫ് പീഡിയാട്രിക്സ്, തിരുവനന്തപുരം. ഈ അടുത്ത സമയത്ത് നമ്മൾ ഒരു അതിദാരുണമായ ഒരു കഥ കേൾക്കുകയുണ്ടായി. അതായത് 44 വയസ്സുള്ള ആരോഗ്യവതിയായ ഒരു വീട്ടമ്മ പേപ്പട്ടി വിഷബാധ മൂലം മരിച്ചതായിട്ട് നമ്മൾ കേട്ടു. എന്നാൽ അവരുടെ മകളെയും അവരെയും അവരുടെ വീട്ടിൽ വളർത്തുന്ന ഒരു കുഞ്ഞു പട്ടിയുടെ കടി മകൾക്ക് ഏൽക്കുകയും അമ്മയ്ക്ക് ചെറിയ പോറൽ എന്തോ ഏൽക്കുകയും ചെയ്തു. എന്നാൽ അമ്മ അത് കാര്യമായിട്ട് എടുത്തുമില്ല, ഇഞ്ചക്ഷൻ എടുക്കാൻ സമ്മതിച്ചുമില്ല. സാധാരണയായിട്ട് നമ്മൾ പറയുന്നത് ആ പട്ടി 10 ദിവസം ത്തിനകത്ത് ചത്തുപോയാൽ പേവിഷബാധയായിരിക്കും. എന്നാൽ അവരുടെ പട്ടി 1 മാസം കഴിഞ്ഞിട്ടാണ് ചത്തുപോയത്. ഇതിൽ നിന്നും നമുക്ക് പൊതുജനങ്ങൾക്കും ആരോഗ്യ പ്രവർത്തകർക്കും ഒരുപാട് പഠിക്കാനുണ്ട്. പേപ്പട്ടി വിഷബാധ ഏറ്റുകഴിഞ്ഞാൽ ആ പേപ്പട്ടി വിഷം ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഞരമ്പുകളിൽ കൂടി എവിടെയാണോ കടിയേറ്റത് അവിടുന്ന് അത് തലച്ചോറിലെത്തുന്ന അത്രയും സമയമാണ് നമ്മൾക്ക് പ്രതിരോധ ശേഷി ഉണ്ടാക്കുവാനായിട്ടുള്ളത്. സാധാരണ ഇത് മുറിവുകളിൽ 3 മാസം വരെ കിട്ടുന്നത് കൊണ്ടാണ് നമുക്ക് കടിയേറ്റതിന് ശേഷവും കുത്തിവെപ്പെടുത്ത് ഇതിനെ പ്രതിരോധിക്കാൻ സാധിക്കുന്നത്. എന്നാൽ മുഖത്ത് അതുപോലെ ധാരാളം രക്തോട്ടമുള്ള കൈകാലുകളിലൊക്കെ ആണെങ്കിൽ അത് പെട്ടെന്ന് അത് ഞരമ്പുകളിൽ കൂടി നേഴ്സിൽ കൂടി തലച്ചോറിൽ എത്തുന്നത് കൊണ്ടാണ് അവിടെ തന്നെ ഇഞ്ചക്ഷൻ എടുത്ത് അതിനെ നമ്മൾ പ്രതിരോധിക്കുന്നതും. അതുകൂടാതെ കടിയേറ്റ ദിവസം 0, 3, 7 അതുപോലെ 28 അങ്ങനെ 4 കുത്തിവയ്പ്പുകളാണ് ഇപ്പോൾ നൽകുന്നത്. ഈ ചിലർക്കൊക്കെ കുത്തിവയ്പ്പ് എടുത്തിട്ടും അസുഖം വരുന്നു എന്ന് പറയുന്നത് ചിലപ്പോൾ അവരവിടെ ലോക്കലായിട്ടുള്ള ആ ഇഞ്ചക്ഷൻ എടുത്ത് കാണത്തില്ല. അത് ഞരമ്പുകളിൽ കൂടി എത്രയും പെട്ടെന്ന് തലച്ചോറിൽ എത്തിയത് കൊണ്ടായിരിക്കാം ആ രോഗമുണ്ടായത്. അതുകൊണ്ട് എത്രയും നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരു അസുഖമാണ് ഇത്. തലച്ചോറിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ചികിത്സയും ഇല്ല എന്നതാണ് സത്യം. ആരും അതിൽ നിന്നും രക്ഷപ്പെട്ടതായിട്ട് ചരിത്രമില്ല. അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവരപ്പം തന്നെ ആരോഗ്യ പ്രവർത്തകരുമായിട്ട് ബന്ധപ്പെട്ട് ഇഞ്ചക്ഷൻ എടുക്കാൻ മടിക്കരുത്. അതുപോലെ നമ്മൾ വളർത്തുന്ന പട്ടികൾക്കും എല്ലാം മൃഗ ഡോക്ടറുടെ സഹായത്തോടെ അല്ലെങ്കിൽ മൃഗാശുപത്രിയുടെ സഹായത്തോടെ ഇഞ്ചക്ഷൻ സമയാസമയത്ത് എടുത്തെന്ന് ഉറപ്പാക്കേണ്ടത്.